ലാലേട്ടന്റെ ഷൂട്ട് തുടങ്ങി മക്കളെ. നിങ്ങൾ വല്ല അറിഞ്ഞോ? അനുമോളാണോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കണത്? അതോ അനീഷോ? അല്ല ഷാനവാസ് എങ്ങനാണോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കണത്? എല്ലാം പറയാം. വെൽക്കം ബാക്ക് ബിഗ് ബോസ് അജിമോൻ റിവ്യൂ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം മസ്റ്റായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. എന്തൊക്കെയാണ്, നിങ്ങൾക്ക് സുഖമൊക്കെ ആണോ പൊന്നാര സുഹൃത്തുക്കളെ? ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനലൊക്കെ അടിച്ച് കളയുന്നു. എന്നാലും ഞാൻ കുറേശ്ശൊക്കെ വന്നിട്ട് ഇങ്ങനെ സൂചനകളൊക്കെ തരും. ഞാൻ മാത്രമല്ല, കുറേ ആൾക്കാരും അങ്ങനെ തരണൊക്കെ ഉണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. എൻ്റെ കണ്ണട കാണാനില്ല, കണ്ണിന് ചെറിയൊരു കാഴ്ചക്കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്നാലും ഒരു കോള് വരുന്നുണ്ട്, ഞാൻ ആ കോളൊന്ന് എടുത്തോട്ടെ, ഒരു മിനിറ്റ്. ആ ഹലോ, ഷൂട്ട് തുടങ്ങിയാ? അതെ, അനുമോളെ പുറത്തായിരിക്കണത് അനീഷും. അപ്പോൾ സാബുമോൻ പോയിട്ടില്ല അല്ലേ? സാബുമോൻ പോയില്ല അല്ലേ? നിങ്ങൾ കേട്ടൂലേ? അപ്പോൾ അനിമോളാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കണമെന്നാണ് സുഹൃത്തുക്കളെ എനിക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഇമാതിരിയുള്ള ഫേക്ക് ന്യൂസ് പറയാനൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല. കുറേ എണ്ണമുണ്ട് സത്യം പറഞ്ഞാൽ. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് റിയാലിറ്റി ഷോനെ സ്നേഹിക്കുന്ന ഇഷ്ടംപോലെ ജനങ്ങളുണ്ട്, കോടിക്കണക്കിന് ആളുകളുണ്ട്. ആ ആളുകളുടെ മുന്നിലേക്ക് ഇമാതിരിയുള്ള ന്യൂസുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുത്തിരിക്കുന്ന കുറേ എണ്ണമുണ്ട്. അവന്മാരോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഞാനിത് പറയണ്ട, റിയാക്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം രസം കൊല്ലികളാണ്, അങ്ങേയറ്റം രസം കൊല്ലികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ റിവ്യൂ ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോ നടക്കുന്ന സമയത്ത് ഒരു 100 ദിവസം നല്ല രീതിയിൽ റിവ്യൂ ചെയ്തിട്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന എത്രയോ ചാനലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ അറിയാം, ഞാൻ കുറേ ലൈവും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഒരാളുടെയും PR ഇല്ല, ഞാൻ ഒരാൾക്കും വേണ്ടിയിട്ടും ഭയങ്കരമായിട്ട് ഹൈ ലെവലിൽ കൊണ്ടുപോയിട്ട് PR പരിപാടിക്കൊന്നും ഞാൻ നിൽക്കാറില്ല. എൻ്റെ PR തരമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളോട് ഇഷ്ടം തോന്നി, ജെന്യുവനായിട്ട് ആ ഒരു ഷോനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് പറ്റണ രീതിയിലുള്ള സപ്പോർട്ടുകൾ ഞാൻ കൊടുക്കും. പല ആളുകളുടെ അടുത്തും പോയിട്ട് പറയും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ, ആ പുള്ളിക്കാരനൊന്ന് വോട്ട് ചെയ്യട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഖിൽമാരാർക്ക് ഞാൻ പൂർണ്ണ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ജിൻഡോയ്ക്ക് ഞാൻ പൂർണ്ണ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന സപ്പോർട്ടൊക്കെ ഞാൻ ലൈവിലും അവരുടെ നാട്ടിലൊക്കെ പോയിട്ട് ഞാൻ ലൈവും വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എൻ്റെ ജെന്യുവനായിട്ട് ഉള്ളിൽ തട്ടിയിട്ട് ആ ഒരു ഷോനെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇവരെന്താ ചെയ്യണത്? ഇവർ അവിടെയുള്ള ആളുകൾ വിളിച്ച് പറയണതാണോ, അല്ലെങ്കിൽ ആ ഒരു ലാലേട്ടൻ്റെ ആ എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഉണ്ടാവില്ല ഫ്രണ്ടിലിരിക്കുന്നത്, അവരാരെങ്കിലും വിളിച്ചിട്ട് ഇങ്ങനെ അറിയിക്കണതാണോ എന്താണെന്ന് അറിയില്ല. ഈ സംഭവങ്ങളൊക്കെ ലീക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന ചാനലുകാരായിട്ട് എനിക്ക് യാതൊരു ദേഷ്യമോ വിരോധമോ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള പരിപാടി നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ചാനൽ ഓർക്കപ്പുറത്താവും അവരടിച്ച് കളയുക, മനസ്സിലാവുണ്ടോ? അടിച്ച് കളഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ലൈവ് എത്രയോ വട്ടം ഇട്ടിട്ട് എനിക്ക് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് എൻ്റെ ചാനലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും പരാതി വന്നിട്ട് പറയണമെന്നില്ല എൻ്റെ ചാനൽ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ആൾക്കാർ കളഞ്ഞു എന്നൊന്നും ഞാൻ പറയില്ല. അവർ ചിലപ്പോൾ മെയിൽ അയക്കും, ചാനൽ പോവും. പക്ഷേ നിങ്ങളുടെ ചാനൽ വേണം സത്യം പറഞ്ഞാൽ പോകേണ്ടത്, നിങ്ങളുടെ ചാനൽ വേണം പോകേണ്ടത്. ഞാൻ എപ്പിസോഡ് ലൈവൊക്കെ ഇടാറുണ്ട്. ഞാൻ ആ ഒരു ഷോനെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ലൈവൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു യൂട്യൂബിലൂടെങ്കിലും കണ്ടോട്ടെ പറഞ്ഞ് നമ്മൾ ഇട്ടിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ജനങ്ങൾ കണ്ടോട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ നിങ്ങൾ ചെയ്യണത് തനിയെ ചട്ടത്തരാണ്, അതിൽ യാതൊരു സംശയമില്ല. എത്രയോ ആളുകൾ ആ ഒരു ക്യൂരിയോസിറ്റി, ഞാനടങ്ങി ആ ഒരു പ്രതീക്ഷ നിൽക്കണം ആരാണ് എവിക്റ്റഡ് ആവും. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇതിലാണ് ജിസേൽ എവിക്റ്റഡ് ആവുന്ന ഒരാളും പ്രതീക്ഷിച്ചിട്ടില്ല. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് അവർ വെച്ചിരിക്കുന്ന സാധനമാണ് ഈവന്മാർ വന്നിട്ട് അത് പുറത്തേക്കാക്കി ലീക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ എൻ്റെ പൊന്നാരി ബിഗ് ബോസ് നിങ്ങൾ കടുത്ത നടപടി എടുക്കണം. ലാലേട്ടൻ വന്നിട്ട് എത്ര വട്ടം പറഞ്ഞത് ഈ എപ്പിസോഡ്, ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങുന്ന സമയത്ത് ലാലേട്ടൻ വന്നിട്ട് ഇത് പറഞ്ഞിട്ടാണ്, സൂചന കൊടുത്തിട്ടാണ്. അപ്പോഴും ലാലേട്ടൻ വരെ പുല്ല് വില കൊടുത്തിട്ടാണ് ഇവന്മാർ ഇങ്ങനത്തെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എപ്പിസോഡ് തുടങ്ങി, ലാലേട്ടൻ്റെ ഷൂട്ട് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇവന്മാർക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇതുമില്ല. ഇവിടെ ചങ്ങാതി ഞങ്ങളൊക്കെ റീചാർജ് ചെയ്തിട്ട് ഇത് കാണുന്നത് ആ ഷോനെ സ്നേഹിച്ചുകൊണ്ടാണ്. നിങ്ങൾ ഇങ്ങനെ ഇമാതിരി ഓരോ വീഡിയോയിൽ ഇടുന്ന സമയത്ത് പല വീഡിയോയുടെ അടിയിലും വന്നിട്ട് ഓരോരുത്തർ കമൻറ്റ് ഇടും, ഇന്ന ആൾ ഔട്ടായി എന്ന് പറഞ്ഞിട്ട്. ഈ ഔട്ടായിന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ വീഡിയോ ചെയ്യാതെ അറിയോ? നിങ്ങളൊക്കെ വിചാരം വീഡിയോ ക്ലിപ്പ് എടുത്താൽ മാത്രമേ സ്ട്രൈക്ക് കിട്ടുള്ളൂ എന്നാ? നിങ്ങൾ ഇന്നത്തെ പോലെയൊക്കെയാണ് ചെയ്യണത്, ഇന്ന ഹാഷ്ടാഗാണ് ഉപയോഗിക്കണത്, ഇന്ന പേരാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ യൂട്യൂബിനൊന്നും അയക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ, ചാനലെടുത്ത് പോവും. ഇപ്പോൾ എത്രയോ ചാനലുകാർ തംബ്നെയിൽ മുക്കുണ്ടെന്നറിയോ? ഈ ഇട്ടവന്മാരുടെ വീഡിയോയിലെ തംബ്നെയിലൊന്നും കാണാമല്ലോ, ഒക്കെ മുക്കിക്കൊണ്ടിരിക്കുക, പേടിച്ചിട്ട് മുക്കുകയാണ്. പേടിച്ചിട്ട് മുക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ ആ യൂട്യൂബിൻ്റെ അൽഗോരിതം ഫുള്ള് ചെക്ക് ചെയ്യും ഈ യൂട്യൂബിൻ്റെ ടീം. AI ആണ് മൊത്തം കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് ചാനൽ അടിച്ച് കളയുക. അല്ലാതെ മനുഷ്യരുന്ന് കുത്തിയിരുന്നിട്ട് ഇന്ന ആൾക്കാർ ഇന്നത് ചെയ്തിട്ടുണ്ടോ എന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് നോക്കുന്നില്ല. AI നോക്കും. ഒരു നൈസായിട്ടൊരു മെയിൽ മാത്രമേ അയച്ചു കൊടുക്കുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. പിറ്റേ ദിവസം കണ്ണ് മൂത്രം വയ്ക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന നമുക്ക് ചാനലുണ്ടാവില്ല.
എന്തിനാണോ ഈ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ചാനൽ വെറുതെ അടിച്ച് കളയണത്? എൻ്റെ ചാനലൊക്കെ പോയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ എൻ്റെ ചാനൽ പോയതുകൊണ്ട് പറയലേട്ടാ സുഹൃത്തുക്കളെ. നമ്മൾ ആ ഒരു ഷോയിനെ സ്നേഹിക്കുമ്പോൾ, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോയിനെ കാണുമ്പോൾ, നമ്മളത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും. ആരാവും ഈ പ്രാവശ്യം ബിഗ് ബോസിൽ നിന്ന് പുറത്താവുക? അനുമോളാവോ പോവുക, ഷാനവാസാവോ പോവുക, അനീഷാവോ പോവുക, അല്ലെങ്കിൽ ലക്ഷ്മിയാണോ പോവുക, സാബുമോനാവോ പോവുക, ഈ എത്രയോ മത്സരം അക്ബറാണോ പോവുക, ആരാണ് പോവുക നമുക്ക് അറിയണ്ടേ? നമ്മൾ ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി നമ്മുടെ ലാലേട്ടൻ വരുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവന്മാരിങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യണത്. ഇന്ന ആൾ പുറത്ത് പോയി കൺഫേം 100% എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും ഇതുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ വരുമാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ പരിപാടി ചെയ്യുന്ന സമയത്ത് ഇത് കാണുന്ന ഒരു ത്രില്ലാണ് നഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നത് അമേരിക്കയുടെ ഡോളറായിരിക്കും. ചിലപ്പോൾ 10, 100, 1000 എത്ര ഡോളറാവും നിങ്ങൾക്ക് കിട്ടണ്ടാവുക. അതൊന്നും നമുക്കറിയണ കാര്യമില്ല. പക്ഷേ ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അതൊരു അടി തന്നെയാണ്. അവരത്രയും കോടിക്കണക്കിന് രൂപയോടോ ചിലവാക്കി ഈ ഒരു ഷോ നടത്തിച്ചുകൊണ്ടോ അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്ക്. നിങ്ങൾക്ക് $1000 കിട്ടുമ്പോൾ അവർക്കവിടെ കോടിക്കണക്കിന് രൂപയാണ് നഷ്ടം വരുന്നത്. അവരിത് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടല്ല അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു ഷോ നടത്തിച്ചു കൊണ്ടുപോകണത്. അവർക്ക് പുല്ല് വില കൊടുക്കണതുകൊണ്ട് അവർക്ക് പുല്ല് വിലയല്ലേ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കൊടുക്കുന്നത്? ആണോ? എത്ര രൂപ നിങ്ങൾ ഈ ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും? അതിൽ കുറച്ചെങ്കിലും ഒരു നന്മ എന്തെങ്കിലും ആ ഒരു ഷോ നടത്തിച്ച് കൊണ്ടുപോകുന്ന ആളുകളോട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യാൻ നിൽക്കുമോ? ഒരു ഉളുപ്പില്ലാണ്ട് വന്നിട്ട് നിങ്ങൾ പറയണ്ടല്ലോ ഇങ്ങനെ ഷൂട്ട് തുടങ്ങി ഇന്ന ആളാണ് പോയിരിക്കുന്നത് കൺഫേം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹിങ്ക് കൊടുക്കണ്ടല്ലോ. നിങ്ങൾക്ക് മിണ്ടാതിരുന്നൂടാ. ഷൂട്ട് തുടങ്ങിയെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. അപ്പം നീയൊന്നും വന്നിട്ട് ഷൂട്ട് തുടങ്ങിയെന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഞങ്ങൾക്ക് അറിയാം ഷൂട്ട് തുടങ്ങും, ലാലേട്ടൻ വരും. ലാലേട്ടൻ വന്നില്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ഇതിൽ വന്നിട്ട് പറയും. നിങ്ങളെന്തിനാണ് വന്നിട്ട് ഷൂട്ട് തുടങ്ങി, അത് തുടങ്ങി, ഇത് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പറയാൻ നിൽക്കുന്നത്? അപ്പോൾ കുറേ എണ്ണം വന്നിട്ട് പറയും, ഓ നിനക്ക് കുശുമ്പല്ലേ, നിനക്ക് അതുകൊണ്ടല്ലേ. അവിടെ ട്രെയിൻ പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കേൾക്കുമെന്നറിയില്ല. എനിക്ക് കുശുമ്പോ എനിക്കൊരു മാങ്ങ തൊലിയില്ല. എന്നെ അറിയുന്ന ആളുകൾക്കറിയാം. ഞാൻ ഈ ഷോനെ അത്രയും മാത്രം ജെന്യൂൻ ആയിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. ആ ഷോയിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി അത്രമാത്രം ഞാൻ കൊതിക്കുന്ന ഒരാളാണ്. ഞാനും ആ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോയിൽ കയറി കഴിഞ്ഞാൽ യുവന്മാർ ഇതേമാതിരി വീഡിയോ അടിച്ചിറക്കില്ല. ഇന്ന ആൾ ഔട്ടായി, മറ്റേതാണ് മറിച്ചാണ് പറഞ്ഞിട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ട്. എന്തിനാണോ ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കണത്? നിങ്ങൾ ആ ഷോയിൻ്റെ ഉള്ളിലേക്ക് പോയി നിങ്ങളെ ഇതേമാതിരി പറയുമ്പോഴാണ് നിങ്ങൾക്ക് ആ വേദന അറിയാം. ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്ത് കാര്യത്തിനും. ആരാണ് ഔട്ടാവുക, എന്താണ് അടുത്ത ആഴ്ച ഉണ്ടാവുക? ഒരുത്തം വന്നിട്ട് പറയാ അടുത്ത ആഴ്ച ഇന്ന സംഭവങ്ങളാണ് നടക്കുന്നത്, ഇന്ന ഗെയിമാണ് നടക്കുന്നത്, അതൊക്കെ വിളമ്പി. എന്തിനാണ് ആ പൊന്നാര മോനെ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കണത്? എന്തിന്? എന്നിട്ട് പേടിച്ചിട്ട് തമ്മനയിലും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഓടുക. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ നിനക്ക്? നിനക്ക് നല്ല പാട്ടിന് റിവ്യൂ ചെയ്തിട്ട് ഇരുന്നാൽ പോരെ. നീ നല്ലൊരു റിവ്യൂവറായിരുന്നു. നീ അതും കൊളാക്കിയിട്ട് നീ ആളുകളെ മുഴുവൻ വെറുപ്പിച്ചിരുന്ന് നിനക്കിപ്പോൾ വ്യൂസും ഇല്ല. നീ ലൈവ് ഇട്ട് ഞാൻ ലൈവിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു 10,000 വട്ടം ഞാൻ നിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, നീ ബിഗ് ബോസിൽ പോകണുണ്ടോ മോനെ, ബിഗ് ബോസിൽ പോകണ്ടോ മോനെന്ന്. നീ ആ മെയിനും കൂടി ചെയ്തിട്ടില്ല. ഇവന് ചിലപ്പോൾ ബിഗ് ബോസിലേക്ക് അവസരം ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇവൻ്റെ ഈ സ്വഭാവം കാരണം ഉള്ള കാര്യങ്ങൾ മുഴുവൻ വെട്ടി തുറന്ന് പുറത്തേക്ക് വിടുകയല്ലേ, ലീക്കാക്കല്ലേ. അതുകൊണ്ട് ബിഗ് ബോസ് അവനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കയറ്റിയിട്ടുണ്ടാവില്ല. അതിൻ്റെ ചോർക്കും കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത് സുഹൃത്തുക്കൾ. അതാവും ചിലപ്പോൾ എവിടുന്നെങ്കിലും കിട്ടുന്ന സാധനം എടുത്തിട്ട് പുറത്തേക്ക് അടിച്ചിട്ടുണ്ട്. നീ ഇങ്ങനെ പുറത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പൊന്നു മോനാൻ്റെ ചാനൽ അവർ അടിച്ച് കളയും. എൻ്റെ ചാനൽ കുറേ പോയിട്ടുണ്ട്. അതിപ്പോൾ ബിഗ് ബോസ് അടിച്ച് കളഞ്ഞിട്ടുള്ളത്. എൻ്റെ ഒരു ചാനൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചാനലുകൾ മുഴുവനും പോവും. അതിപ്പോൾ ബിഗ് ബോസ് അവരുടെ ടീം ആൾക്കാരൊന്നും അടിച്ച് കളയണതല്ല. ഒരു മെയിൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഒരു കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ചാനലിന് എത്ര ചാനലുണ്ട് ആ ചാനലിനൊക്കെ അത് ബാധിക്കും. മനസ്സിലായോ? ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് കുറേ റൂൾസും കാര്യങ്ങളൊന്നും അറിയില്ല. ഇവരൊക്കെ വിചാരം എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഇട്ടാലേ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടാൽ മാത്രമേ ചാനൽ പൊളുന്ന ഒന്നും അല്ലട്ടാ മക്കളെ. അവരുടെ കാര്യം ബിഗ് ബോസ് മലയാളം സീസൺ 7 പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞാൽ വരെ കൃത്യമായിട്ട് അവർ മെയിൽ അയച്ചാൽ പോവും. പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യണവരെ 100% പോവും. 150% ഞാൻ എഴുതി തരാം, എഴുതി ഒപ്പിട്ട് തരാം. കൃത്യമായിട്ടൊരു മെയിൽ അയക്കാണ്. ഞങ്ങൾ ഇത്രയും മാത്രം കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൻ്റെ ക്യൂരിയോസിറ്റിയും എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് എല്ലാം ലീക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വഴി എന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ അങ്ങോട്ട് നൈസായിട്ടൊന്ന് കൊടുത്താൽ, ഒരു മെയിൽ അങ്ങോട്ട് കൊടുത്താൽ മതി യൂട്യൂബിന്. ആ ചാനലിൻ്റെ പേരും പറഞ്ഞിട്ട് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ചാനലിലാണ് ഉണ്ടാവില്ല. പിന്നെ ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ തുടങ്ങണ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയും ചെയ്യും. എന്തിനാണ് ഇത് ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പായിട്ട് തരണം. എനിക്ക് നിങ്ങളോടൊന്നും ഒരു ദേഷ്യമോ വിദ്വേഷമോ ഒന്നുമില്ല. നിങ്ങൾ നല്ലതായിട്ട് റിവ്യൂ ചെയ്തിട്ട് പോവുക. അവരാ ഷോ നടത്തിച്ച് കൊണ്ടുപോകണത് അത്രമാത്രം കഷ്ടപ്പെടുക. പ്രത്യേകിച്ച് ഈ ഒരു സീസൺ നല്ല രീതിയിലുള്ള TRPയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതാണ് സത്യം. വ്യൂവർഷിപ്പും ഇതൊക്കെ ഒത്തിരി കുറവാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് ആ ഒരു എപ്പിസോഡ് കാണാനുള്ള ഒരു ഇത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ വീഡിയോ എത്ര പേര് കാണുന്നൊന്നും എനിക്കറിയില്ല. കാരണം എൻ്റെ ഒരു പുതിയ ചാനലാണ്. ഒരാൾ കൂടി സബ് ചെയ്തിട്ടുണ്ടാവില്ല ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരാളോടും ദേഷ്യം വിദ്വേഷം എനിക്കൊന്നുമില്ല. എനിക്ക് ആരോടും ഇല്ല. കാരണം ഞാൻ ആരോടും ദേഷ്യം ഇതൊന്നും അങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് ആരോടും ദേഷ്യമില്ല. പക്ഷെ നിങ്ങൾ
നിങ്ങളുടെ ചാനലിനെ സംരക്ഷിക്കുക. ആ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോനെ നിങ്ങൾ ബഹുമാനിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും റിവ്യൂ ചെയ്യും. നിങ്ങൾക്ക് ചാരപ്പണി ചെയ്യണത് ഏതോമാരാണെന്ന് അറിയില്ല. ആ ഷോ ലാലേട്ടൻ്റെ എപ്പിസോഡ് കാണാൻ പോണ സമയത്ത് അതൊന്ന് കണ്ടിട്ട് സന്തോഷമായിട്ട് തിരിച്ചു വന്നാൽ പോരെ. എൻ്റെ പൊന്നാരെ ചേച്ചിമാരെ, ചേട്ടന്മാരെ, അനിയന്മാരെ, നിങ്ങൾ ആരാണ് ഈ വിളിച്ചിട്ട് ഇവന്മാർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന ആളാണ് പുറത്ത് പോയി എന്നൊക്കെ? ഇന്ന ആളാണ് പുറത്ത് പോയി എന്നൊക്കെ? അതൊക്കെ എന്ത് മോശമാണ്. നിങ്ങൾ അങ്ങനത്തെ ഒരു ഷോ നടത്തിച്ച് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ. മനസ്സിലാവണ്ട? എൻ്റെ പൊന്ന് ഏഷ്യാൻ്റെ ടീമെ, ബിഗ് ബോസിൻ്റെ മെമ്പേഴ്സുകളെ, സാർമാരെ, എനിക്ക് നിങ്ങളോടൊന്നും പറയുള്ളൂ, ഇങ്ങനെ ചെയ്യണ ചാനലുകളെയൊക്കെ നിങ്ങൾ കർശനമായ നടപടി എടുക്കണം. എനിക്ക് അത്ര നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം ആ ഷോനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നും ഞാൻ അത് തന്നെയാണ് പറയണത്. എനിക്ക് കൂടുതലായിട്ട് പറയണമെന്നില്ല. എനിക്ക് ആരോടും ദേഷ്യമില്ല. ഉള്ള കാര്യം വെട്ടി തുറന്ന് പറയുന്ന ഒരു പ്രകൃതക്കാരനാണ് ഞാൻ. ഓക്കെ, നിങ്ങൾ ഇത് വീഡിയോ നിങ്ങളാരും കാണുമെന്ന് കൂടി എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യാതിരിക്കുക. വാണിങ് കിട്ടില്ല, ചാനലടിച്ച് അവർ കളയും. അപ്പോഴാണ് നിങ്ങൾ ആ ചെക്ക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്കറിയാം. കാരണം എൻ്റെ ചാനൽ കുറേ പോയിട്ടുണ്ട്. ഞാൻ ഇമാതിരത്തുള്ള തെണ്ടിത്തരം ചെയ്തിട്ടൊന്നല്ല എൻ്റെ ചാനൽ പോയിരിക്കണം. ഞാൻ ലൈവൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ ഷോയിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ട്. 10,000-50,000 പേര് വരെ ലൈവ് കണ്ടിട്ടുണ്ട്. പിറ്റേ ദിവസം നോക്കുമ്പോൾ ചാനൽ കണ്ടിട്ടില്ല. ഒരു വട്ടം മുന്നേ പോയിട്ട് വീണ്ടും എടുത്തു തന്നിട്ടുള്ളതാണ് നമ്മുടെ ഒരു ചേട്ടൻ. പിന്നെ ഒരു സ്ട്രൈക്ക് ഔട്ടുള്ള വെച്ചിട്ട് ഞാൻ ലൈവ് ഇട്ട് ചാനൽ പോയി. ഇപ്പോൾ ആ ചാനലൊന്നും ഇല്ല. ആ ചാനൽ പോയപ്പോൾ അതിൻ്റെ ബാക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു കുറേ ചാനലായിരുന്നു. ആ ചാനലും പോയി. ഇപ്പോൾ എനിക്ക് അങ്ങനെ ചാനലുകളൊന്നും ഇല്ല റിവ്യൂ ചെയ്യാനും ഇതൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഉള്ളിൽ തട്ടി നിങ്ങളോട് പറയണം, നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യരുത്. ഞാനിത് മുന്നേ പറയണമെന്ന് തോന്നിയത്, പക്ഷേ വേണ്ട, നിങ്ങൾ ഇപ്പം നിർത്തും എന്നൊക്കെ വിചാരിച്ചു. ഇതൊരു വാണിംഗ് ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോളൂ. ഇതൊരു യൂട്യൂബിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണെന്ന് കരുതി നിങ്ങൾ ഇമാതിരിയുള്ള വീഡിയോ ചെയ്യാതിരിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് ചോര നീരാക്കിയുള്ള സമയമൊക്കെ കളഞ്ഞ് ഉറക്കമൊക്കെ കളഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കിയ ചാനലാണ്. ആ ചാനൽ നിങ്ങൾ കളയരുത്. അങ്ങനെ ഒരു ആകാംക്ഷയുണ്ട്, അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. നിങ്ങളുടെ ചാനൽ എന്നും ഉണ്ടാവണം. നിങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ്, നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ആളുകളാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. ആ ഒരു സ്നേഹം വെച്ചുകൊണ്ട് തന്നെ പറയണത്. ഈ ബിഗ് ബോസിലെ ആൾക്കാരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോ നടത്തിച്ച് കൊണ്ടുപോകുന്നത്. മനസ്സിലാവണ്ട? അവരുടെ കോടികളുടെ കളിയാണ്. നിങ്ങൾക്ക് ഇപ്പം ഞാൻ എൻ്റെ ചാനൽ മോണിറ്റേഷൻ കൂടിയല്ല, ഞാൻ ഇതിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഈ ചാനൽ മോണിറ്റേഷനൊക്കെ അതിൽ നിന്ന് വല്ല വരുമാനം കിട്ടുകയാണെങ്കിൽ അതെൻ്റെ കുടുംബത്തിനായാലും എനിക്ക് എന്തൊക്കെ സഹായങ്ങൾ അതിലൂടെ കിട്ടി, അതൊക്കെ എൻ്റെ ഒരു ഉപകാരം തന്നെയാണ്. അപ്പോൾ ഞാൻ ആരും മുന്നിൽ പോയിട്ട് എനിക്കൊരു 10 രൂപയായിട്ട് 1 രൂപയായിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ചോദിച്ചിട്ടില്ല. ഒരാളെയും PR പരിപാടിക്ക് ചെയ്തിട്ടില്ല. എല്ലാം എനിക്ക് എൻ്റെതായ ഉറപ്പും വിശ്വാസമുണ്ട്. ഞാൻ ജെന്യുവനായിട്ട് റിവ്യൂ കൊടുക്കാറുള്ളൂ. ഞാൻ ജെന്യുവനായിട്ട് റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ചാനലൊക്കെ പോയിട്ടുമുണ്ട്. അതെൻ്റെ മുഖം കണ്ട് എൻ്റെ റിയാക്ഷൻ കണ്ട ആളുകൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തന്നാണ്. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളതൊരു വ്യക്തിപരമായിട്ട് വൈരാഗ്യമായിട്ട് എടുക്കുകയാണെങ്കിലും എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. ഈ വീഡിയോ നിങ്ങൾ കാണുമെന്ന് കൂടി അറിയില്ല. അപ്പോൾ ഇത്ര പറയുള്ളൂ. ദയവ് ചെയ്തിട്ട് ഷോൻ്റെ ക്യൂരിയോസിറ്റി, ഷോൻ്റെ ആ ഒരു ഇത് നിങ്ങൾ കളയാതിരിക്കുക. എനിക്ക് വലിയ ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും പറയാനില്ല. ഇംഗ്ലീഷൊന്നും എനിക്കധികം അറിയത്തില്ല സുഹൃത്തുക്കളെ. അപ്പോൾ